ഹലോ, ബിൽഡിയർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ നമ്മൾ RRB ALP എക്സാമിന് ചോദിച്ചിട്ടുള്ള മാത്സ് ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ മാത്സിൻ്റെ 3 ഷിഫ്റ്റും കൂടെ ഒരുമിച്ച് ചെയ്തു. തേർഡ് ഡേയുടെ 3 ഷിഫ്റ്റും കൂടെ ഒരുമിച്ച് ചെയ്തു. വിചാരിച്ചത്ര അങ്ങോട്ടേക്ക് റീച്ച് എത്തിയിട്ടില്ല. അതിന് മുന്നേ ഉള്ള ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് മേ ബി നമ്മൾ ടൈം നോക്കിയിട്ടാണല്ലോ. ഞാനാണേലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഏതൊരു ക്ലാസ് ആണേലും അതിന്റെ ടൈം നോക്കിയിട്ടാണ് ക്ലാസ്സിലേക്ക് എൻ്റർ ആവുക. അപ്പം 1 hour കൂടുതൽ, ഏകദേശം ഒരു 1.5 hours ഒക്കെ കാണുമ്പോൾ എന്തായാലും ബോറാവുമെന്ന് വിചാരിച്ചിട്ട് കാണില്ല, സ്കിപ്പ് ചെയ്ത് പോകും. മേ ബി അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ ശ്രമം എന്തായാലും അവസാനിപ്പിച്ചു. ഷിഫ്റ്റ് വൈസ് തന്നെ എന്ത് ചെയ്യാന്ന് വിചാരിച്ചു, ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് റീസണിങ്ങിലെ തേർഡ് ഡേയിലെ ഫസ്റ്റ് ഷിഫ്റ്റിലെ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ബിൽഡ് യുവർ കരിയർ. എൻ്റെ പേര് കീർത്തി. ഞാനാണ് ഇതിനകത്ത് നിങ്ങളെ മെൻറ്റർ ചെയ്യണത്. നമ്മുടെ ചാനൽ എക്സ്ക്ലൂസീവ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ്, എസ്പെഷ്യലി RRB SSC എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ചാനലാണ്. ആ എക്സാംസിന് ആവശ്യമായിട്ടുള്ള കണ്ടന്റും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് കയറിയവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. കാണുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ഈച്ച് വവൽ ഓഫ് ദ വേർഡ് റൊമാൻസ് ഈസ് റീപ്ലേസ്ഡ് ബൈ ദ കൺസണന്റ് ഇമ്മീഡിയറ്റ്ലി ഫോളോവിങ് ഇറ്റ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റിക് ഓർഡർ ആൻഡ് ഈച്ച് കൺസണന്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ ദ വവൽ ഇമ്മീഡിയറ്റ്ലി ഫോളോ. കൺസണന്റ് വവൽ ആയിട്ടും വവൽ കൺസണന്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എത്ര വവൽസ് ഉണ്ട്? A-E-I-O-U ഇത്രയും വവൽസ് ആണുള്ളത്. അപ്പൊ അത് ആദ്യം നമുക്ക് എഴുതാം അല്ലെ. ആദ്യം ഒരു കൺസണന്റിന്റെ വവല് എന്താ ചെയ്യണ്ടേ? ഫോളോവിങ് കൺസണന്റ്. അപ്പൊ പിന്നെ അത് പ്രശ്നമില്ല. O-P, then M-A-B, B കൺസണന്റ് ആണ്. N-C-E-F-F കൺസണന്റ് ആണ്. ഇനി അടുത്തത് എന്താ ചെയ്യണ്ടേ? കൺസണന്റ് അതിനെ ഫോളോ ചെയ്യുന്ന വവലാണ് എഴുതേണ്ടത്. അപ്പം R കഴിഞ്ഞാല് R-S-T. നമുക്ക് ആദ്യം ഇങ്ങനെയൊക്കെ വരുമ്പോൾ കൺഫ്യൂഷൻ വരാം. എനിക്ക് കൺഫ്യൂഷൻ ആവും കേട്ടോ. A-I-O-U എന്ന് എഴുതി വെക്കുക. P-Q-R-S-T-U, യു ആണ് അല്ലെ ഇവിടെ കൺസണന്റ് വരുന്നത്. M കഴിഞ്ഞാല് M-N-O ഉണ്ട്, N കഴിഞ്ഞാല് O ഉണ്ട്, C-D-E ആണ് വരുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2 വട്ടം വരുന്നത് ഏതാണെന്നാണ്. O ആണ് അല്ലെ 2 വട്ടം വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചുകൊണ്ടിരിക്കണോണ്ട് തന്നെ നിങ്ങൾക്കും ഇതിപ്പോ ഓൾമോസ്റ്റ് ഫെമിലിയർ ആയിട്ടുണ്ടാവും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ അടുത്തത് സ്കേറ്റ് തന്നിട്ടുണ്ട്, ടേക്കർ തന്നിട്ടുണ്ട്. നമ്മളോട് ആണ് ചോദിച്ചിരിക്കുന്നത്. ടേക്കറിലാണ് ഉള്ളത്. ലെറ്റേഴ്സ് ഒന്ന് നോക്കുക. 5 രണ്ടിടത്തും ഉണ്ട്, 1 രണ്ടിടത്തും ഉണ്ട്, 6 രണ്ടിടത്തും ഉണ്ട്, 2 ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ R എന്താണ്? R equal to 2 ആയിരിക്കും. ഓക്കെ, അടുത്തത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ദോത്തും ഹോൾഡും ആണ് തന്നിരിക്കുന്നത്. നമ്മളൊരു T ആണ് ചോദിച്ചിരിക്കുന്നത്. ദോത്തിലാണ് T ഉള്ളത്. അപ്പം 3 രണ്ടിടത്തും ഉണ്ട്, 7 രണ്ടിടത്തും ഉണ്ട്, 6 ഇല്ല. അപ്പം ടിയുടെ ലെറ്റർ എന്താ? 6 ആണ് അല്ലെ. 6 ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് GBHCJL. GH I ഇല്ല, J, K ഇല്ല, J അത് ഒന്നാമത്തെയായി. അടുത്തത് BC കഴിഞ്ഞാല് പിന്നെ നമ്മൾ നോക്കേണ്ടത് എല്ലിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. അപ്പൊ അതിലും എളുപ്പത്തിൽ ഒരു വഴി J കഴിഞ്ഞ് K കഴിഞ്ഞ് L എന്ന് നോക്കുക. ഓക്കെ, അതേ മെത്തേഡാണ് ഇത്. QR കഴിഞ്ഞാല് S, K L S T U ആണ്. അപ്പൊ നമുക്ക് ഇവിടെ അങ്ങനത്തെ മെത്തേഡ് നോക്കാം. NOPQ, then ഇവിടെ എന്താണ്? IJ, Q കഴിഞ്ഞ് QR ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെയുള്ള ഇത് നോക്കിയിട്ട് ബാക്കിയുള്ളതിലേക്ക് പോകും. QRUVTUV, ഇവിടെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണ്ട് അല്ലെ. VW. അപ്പൊ പിന്നെ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഇത് തന്നെ ആയിരിക്കും.
ഓക്കെ, TUV വരുന്നത് ഇതിൽ മാത്രമാണ്. VW ഇവിടെ എല്ലാം എന്താണ്, അടുത്തടുത്തുള്ള ലെറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തത് X is 66:9:Y എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ നോക്കിക്കോ, 8ന്റെ സ്ക്വയർ എന്താണ്, 64 ആണ്. 64 പ്ലസ് 2 ആണ് 66. നമുക്ക് എന്ത്, 9ന്റെ സ്ക്വയർ എന്താണെന്ന് അറിയാം, 81 ആണെന്നറിയാം. പ്ലസ് 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 83 എന്ന് വരും. സോ 8ഉം 83യും വരുന്നത് ഏതാണെന്ന് നോക്കുക, അത് ഓപ്ഷൻ എ ആണ്. സോ നമ്മുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ എ ആണ് വരുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്തത് സെന്ററിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന സർക്കുലർ ടേബിൾ അല്ലെ. അപ്പൊ സർക്കിള് എത്ര പേരാണ് ഇരിക്കുന്നത്, 1 2 3 4 5 6 6 പേര് ഇരിക്കുന്നുണ്ട്. 6 എണ്ണം കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക സീറ്റിംഗ്, എന്നിട്ട് ചെയ്തു തുടങ്ങുക. എ സിറ്റ്സ് സെക്കൻഡ് ടു ദ, സോറി എ അല്ല, ഓക്കെ, ഡിയും അല്ല, ഇ സിറ്റ്സ് അല്ലെ. ആരാ ഇപ്പം, എഫ് ആണ്, സോറി. അത് എനിക്ക് ഇവിടെ ഞാൻ പറയണതാണ്, എനിക്ക് റൈറ്റ് സൈഡിൽ മേലെ ആയിട്ട് നമ്മുടെ റെക്കോർഡിങ്ങിന്റെ ആ ഒരു എംബ്ലം ടാബ് വരുന്നോണ്ട് തന്നെ എനിക്ക് അവിടത്തെ കുറച്ച് ഭാഗം, ഇവിടെ കിടക്കുന്ന കുറച്ചെണ്ണം ചിലപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല. അതിന്റെ ഒരു ചെറിയ പ്രശ്നമാണ് കേട്ടോ. എഫ് സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് സി. അപ്പം സി ഇവിടെയാണെങ്കിൽ സിയുടെ റൈറ്റ് സൈഡില് സെക്കൻഡ് ആയിട്ട് ആരായിരിക്കുന്നത്, എഫ് ആണ് ഇരിക്കുന്നത്. ഡി ഈസ് ദ ഇമീഡിയറ്റ് നൈബർ ഓഫ് ഇ ആൻഡ് എഫ്. ഇയുടെയും എഫിന്റെയും ഇമീഡിയറ്റ് നൈബർ ആണ് ഡി. സോ ഇവിടെ ഇ വരും, ഇവിടെ ഡി വരും. എ സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി. അപ്പം ബി ഇവിടെ എഴുതിയാൽ ഇവിടെ ലെഫ്റ്റ് ഇല്ല. ബി ഇവിടെ എഴുതിയാൽ മാത്രമേ സെക്കൻഡ് ലെഫ്റ്റിൽ ആരെ പ്ലേസ് ചെയ്യാൻ പറ്റൂ, എ പ്ലേസ് ചെയ്യാൻ പറ്റൂ. സിമ്പിൾ ആണ് അല്ലെ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സി വിത്ത് റെസ്പെക്ട് ടു സി, ഇ വിത്ത് റെസ്പെക്ട് ടു സി എന്താണ്, സിയുടെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ആണ് ആരിയിരിക്കുന്നത്, ഇ ഇരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റേറ്റ്മെന്റ് ആണ്, നോ ബൈക്ക് ഈസ് എ കാർ, ഓൾ കാർസ് ആർ എയ്റോപ്ലെയിൻസ്. എല്ലാ കാറും എയ്റോപ്ലെയിൻ ആണ്, ഒരു ബൈക്കും കാർ അല്ല. അപ്പൊ നോ എയ്റോപ്ലെയിൻ ഈസ് എ ബൈക്ക്, നോ എയ്റോപ്ലെയിൻ ഈസ് എ ബൈക്ക്. ഓൾ എയ്റോപ്ലെയിൻസ് ആർ കാർസ്. എല്ലാ എയ്റോപ്ലെയിനും കാറാണോ, അല്ല. ഒരു എയ്റോപ്ലെയിനും ബൈക്ക് അല്ല, അത് ഒരു എയ്റോപ്ലെയിനും ബൈക്ക് അല്ല. മേ ബി. അപ്പൊ നമുക്കിവിടെ എന്ത് പറയാം, നൈദർ, ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. ഒരു എയ്റോപ്ലെയിനും ബൈക്ക് അല്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. അടുത്തത്, എവറി ഡേ ബിറ്റ്വീൻ 7:30 AM and 9 AM severe congestion is observed in Service Road outside the apartment complex as many school buses from different schools come to pick up children from the apartment complex gate. തിരക്ക് കാണുന്നത് അല്ലെ. അപ്പൊ ഇത് ട്രാഫിക് ജാം ഉണ്ടാക്കും, ഡിലേ, ഒരുപാട് പേർക്ക് വർക്ക് ടൈമിൽ എത്താനുള്ള ഡിലേ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതിനെതിരെ നമുക്ക് എന്ത് ആക്ഷനാണ് എടുക്കാൻ പറ്റണത് എന്നാണ് നോക്കുന്നത്. നോ സ്കൂൾ ബസ് ഷുഡ് ബി അലൗഡ് ഓൺ ദ സർവീസ് റോഡ് ഫ്രം 7:30 AM to 9 AM. അത് പോസിബിൾ ആണോ? കാരണം കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. സോ 7:30 to 9 വരെയുള്ള സമയത്ത് അവിടേക്ക് സ്കൂൾ ബസ് അലോ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. അടുത്തത്, സ്കൂൾ ബസ് ഷുഡ് ബി അലൗഡ് ടു എൻറ്റർ ദ സൊസൈറ്റി ഗേറ്റ്. അത് പ്രാക്ടിക്കൽ ആണ് അല്ലെ. ഗേറ്റിനടുത്ത് നിൽക്കുമ്പോഴാണ് എന്ത് പറ്റുന്നത്, ഈ ഒരു ട്രാഫിക് ജാം പറ്റുന്നത്. പക്ഷെ സൊസൈറ്റി ഗേറ്റിനകത്തേക്ക് കയറാൻ അലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാഫിക് ജാം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് എന്ത് പറ്റും, ഓൺലി 2 ഫോളോസ്. ഓക്കെ, അടുത്തത്, വെയിറ്റിലെ ഓരോ വവ്വലും എന്ത് ചെയ്യണം, ഇമീഡിയറ്റ്ലി ഫോളോയിങ് വേർഡ്സ് വെച്ച് ചെയ്യണം, കൺസണന്റ് പ്രിസീഡിങ് ലെറ്റർ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തേത് കൺസണന്റ് ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇത് നോക്കാം ആദ്യം, എന്ത്, വവ്വൽസ്. ഓക്കെ, ഈയുടെ എന്താ ചെയ്യേണ്ടത്, ഇമീഡിയറ്റ് ആണ്. ഇ എഫ് ഐ ജെ ജി എച്ച് ടി. ഇനി നമുക്ക് ചെയ്യാം. ഡബ്ല്യു, വി ഡബ്ല്യു ആണ് വരുന്നത്. എഫ് ജി ജി എച്ച് എസ് ടി, ഇതാണ് വരുന്നത്. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് 2 വട്ടം വരുന്നത് ഏതാണെന്നാണ്. എഫ് ആണ് 2 വട്ടം വന്നിരിക്കുന്നത് അല്ലെ. എഫ് ആണ് 2 വട്ടം വന്നിരിക്കുന്ന ലെറ്റർ. അടുത്തത്, ബി ഡി, ബി സി ഡി, ഇ എഫ് ജി, ഇവിടെ മാത്രം 2 എണ്ണം വരും. ജി എച്ച് ഐ, ജെ കെ എൽ എം, എൻ ഒ പി, ക്യു ആർ എസ് ടി,
UVWXYZA. അപ്പൊ ഇനി ഇവിടെ എന്താ വരിക? BCD വരും, EFGH. DFH ആണ് എന്ത് വരുന്നത്? നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയില്ലേ? റീസണിങ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? ക്യൂ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു? പോയിന്റ് എയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു, സൗത്തിലേക്ക് 14 കിലോമീറ്റർ പോയി. ഓക്കെ, 14 കിലോമീറ്റർ സൗത്തിലേക്ക് പോയി. ദെൻ ഹി ടേൺസ് ലെഫ്റ്റ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ സൗത്തിൽ നിന്നും വന്ന് ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഇങ്ങോട്ടേക്കാണ്. 10 കിലോമീറ്റർ പോയി. ദെൻ എഗെയിൻ എന്ത് ചെയ്തു? ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തു, 9 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തു. എഗെയിൻ ലെഫ്റ്റിലേക്ക് പോയി, എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തു? 7 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. എന്നിട്ട് എഗെയിൻ ഒരു റൈറ്റിലേക്ക് എടുത്തിട്ട് എത്ര കിലോമീറ്റർ പോയി? 5 കിലോമീറ്റർ പോയി. എന്നിട്ട് അപ്പം ഇനി എയിലേക്ക് എത്താൻ എത്ര ദൂരം ട്രാവൽ ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ നോർത്തിലേക്ക് 9 ട്രാവൽ ചെയ്തു, ഒരു 5 ട്രാവൽ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ 9 + 5 എന്ന് പറഞ്ഞാല് എത്രയാണ്? 14 ആണ്. അപ്പോൾ ഇനി ഇവിടെ എന്താണ്? കറക്റ്റ് ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ മതി. അപ്പൊ ടോട്ടൽ ഇങ്ങോട്ടേക്ക് 10 കിലോമീറ്റർ ആണ് വന്നത്, അതിൽ 7 കിലോമീറ്റർ തിരിച്ചും പോയിട്ടുണ്ട്. ബാലൻസ് എത്രയാണ്? 3 കിലോമീറ്റർ വെസ്റ്റിലേക്കാണ് ട്രാവൽ ചെയ്യേണ്ടത്. ഓക്കെ, പഴയ പോയിന്റിലേക്ക് എത്താനായിട്ട് 3 കിലോമീറ്റർ വെസ്റ്റിലേക്ക് ട്രാവൽ ചെയ്താൽ മതിയാവും. ക്ലിയർ ആയില്ലേ? അടുത്തത് ഇത് സോൾവ് ചെയ്യാനുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? 32 × 4, 6 എന്ന് വെച്ചാൽ എന്താ? -21 × 5. S എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. 9 / 3 × 6. ആൻസർ എത്രയാ വരണേന്നാണ് ചോദിച്ചിരിക്കുന്നത്. 32 × 4 എന്ന് പറഞ്ഞാൽ 128 എന്ന് വരും. -21 × 5 എന്ന് പറഞ്ഞാൽ 105 എന്ന് വരും. +3 × 6 എന്ന് പറഞ്ഞാൽ 18 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? ഒന്നുകിൽ ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചെയ്യാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അത് എന്തായാലും കുഴപ്പമില്ല. 128 - 5 നിന്നും 8 പോയി കഴിഞ്ഞാൽ ബാലൻസ് ഇവിടെ 7 വരും. 9 1 പോയാൽ 87. 8 7 പോയി കഴിഞ്ഞാൽ നമുക്ക് 1 എന്ന് വരും. അത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആൻസർ മനസ്സിലായി 41 ആണെന്ന്. ഓക്കെ, എന്നാലും വേണമെങ്കിൽ ഒന്നുകൂടെ ചെയ്യാം. 12 - 8 എന്ന് പറയുമ്പോൾ 4, 41 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്തത് ഈ ഒരു മെത്തേഡ് ഇവിടെ എന്താണ് നോക്ക്. 24 + 9 ആണ് 33 അല്ലെ. 33 + 11 ആണ് 44. 44 + 13 ആണ് 57. 2 ആണ് അപ്പൊ ആഡ് ചെയ്യേണ്ടത്. +15 ആണ് 72. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക? +17 അല്ലേ വരേണ്ടത്. അപ്പൊ 2 + 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. 89 ആണ് നമുക്ക് വരേണ്ടത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ ലോജിക്കുകൾ വരും ചിലപ്പോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ചില സമയത്ത് കുറച്ച് കട്ടിയായിട്ടുള്ളത് വരും. അതാണെങ്കിലും നമുക്ക് എങ്ങനെ ചെയ്യാം? ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഏത് മെത്തേഡ് വന്നാലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പൊ അതൊന്ന് നോക്കാം അല്ലെ. എന്താണ് ഇവിടെ? 192 34 ആണ്. ഓക്കെ, അപ്പൊ 192 നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം. ഇതാ ഇവിടെ നോക്കിക്കോ. 59 + 5 എന്ന് വെച്ചാൽ എത്രയാ? 64 ആണ് അല്ലെ. × 3 ചെയ്താൽ നമുക്ക് കിട്ടുക 192 ആണ്. ഓക്കെ, അപ്പൊ 59 x ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കാം. 34 + 5 എത്രയാ? 39 ആണ്. × 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 117 കിട്ടും. അപ്പൊ എന്താണ് നമുക്ക്? x 59 y 117 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് മാമിന് പെട്ടെന്ന് നോക്കിയപ്പോൾ കിട്ടിയോ? മാമിന് പെട്ടെന്ന് കിട്ടിയതൊന്നുമല്ല. ഞാൻ കുറേ തവണ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഈ നമ്പേഴ്സ് ഒക്കെ ഇട്ട് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി ഒക്കെ നോക്കിയിട്ടാണ് ആൻസർ കണ്ടുപിടിച്ചത്. ഓക്കെ, അടുത്തത് നമ്മളോട് തന്നിരിക്കുന്നത് ഈ ഒരു കാര്യമാണ്. നമുക്ക് ആദ്യം അതിലേക്ക് തന്നെ പോവാം. പ്ലസ് എന്ന് പറഞ്ഞാൽ Q is the mother of R. Rന്റെ അമ്മയാണ് Q. So Q ഫീമെയിൽ ആണ്. Then R - P എന്ന് പറഞ്ഞാൽ R is the brother of P. അപ്പൊ R എന്താണ്? R മെയിൽ ആണ്, Pയുടെ ബ്രദർ ആണ്. നെക്സ്റ്റ്
ഇൻറ്റു എസ് ആണ്. അപ്പൊ പി ഇൻറ്റു എസ് എന്ന് പറഞ്ഞാല് പി ഈസ് ദ വൈഫ്. അപ്പൊ പി ഫീമെയിൽ ആണ്. ആരുടെ വൈഫാണ് പി? എസിന്റെ വൈഫാണ് പി. അപ്പൊ എസ് എന്താണ്? മെയിൽ ആണ്. ഓക്കെ, ഇനി എസ് ഡിവൈഡഡ് ബൈ ടി ആണ്. ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാല് എസ് ഈസ് ദ ഫാദർ ഓഫ് ടി. എസ് ടിയുടെ ഫാദർ ആണ്. ഇനി മൈനസ് ജെ എന്ന് പറഞ്ഞാല് ടി ആരുടെ ബ്രദർ ആണ്? ജെയുടെ ബ്രദർ ആണ് ടി. അപ്പൊ ടി എന്താണ്? മെയിൽ ആണ്. ഓക്കെ, ഇനി ജെ പ്ലസ് കെ ആണ്. അപ്പൊ ജെ ആരുടെ അമ്മയാണ്? കെയുടെ അമ്മയാണ് ജെ. ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ ഇസ് ക്യൂ റിലേറ്റഡ് ടു ടി? ക്യൂവും ടിയും തമ്മിലുള്ള റിലേഷൻ ആണ്. ക്യൂവിന്റെ ആരാണ്? മകനാണ്, മകളാണ്, മരുമകനാണ്, മകനാണ്. അപ്പൊ മകളുടെ കുട്ടി, ദാറ്റ് മീൻസ് ഡോട്ടേഴ്സ് സൺ ആണ് ടി. ഓക്കെ, ക്യൂവിന്റെ ഡോട്ടേഴ്സ് സൺ ആണ് ടി. ക്ലിയർ ആയില്ലേ? ഓക്കെ ആണോ? അടുത്തത്, ഓക്കെ, സ്ട്രെയിറ്റ് ലൈനിൽ നോർത്തിലേക്ക് നോക്കി 7 പേര് ഇരിക്കുന്നുണ്ട്. 1 2 3 4 5 6 7. ഓൺലി 5 persons are sitting between B and K. ഓക്കെ, ബി ആൻഡ് കെയുടെ ഇടയിൽ 5 പേരുണ്ടെന്ന് മനസ്സിലായി. 2 അറ്റത്താണെന്ന് മനസ്സിലായി. പക്ഷെ ഏത് അറ്റത്താണെന്ന് കൺഫ്യൂഷൻ വരും. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. ജി ഈസ് സിറ്റിംഗ് ടു ദ ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് കെ. കെയുടെ ലെഫ്റ്റിലേക്കാണ് ആളുള്ളത്. അപ്പൊ കെ ഇവിടെയാണ്, ബി ഇവിടെയാണ്. ഓൺലി 1 person is sitting between G and E. ജിയുടെയും ഇയുടെയും ഇടയിൽ ഒരാളേ ഉള്ളൂ. D is sitting 1 place to the left of F but 1 place to the right of C. സിയുടെ റൈറ്റിലാണ് ആരിയ്ക്കുന്നത്? സിയുടെ റൈറ്റിലാണ് ഡി ഇരിക്കുന്നത്. എഫിന്റെ ലെഫ്റ്റിലേക്കുമാണ് ഇരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലെഫ്റ്റിൽ നിന്നും തേർഡിലേക്ക് ആരായിരിക്കുന്നത്? ലെഫ്റ്റ് എൻഡിൽ നിന്നും തേർഡ് ആരായിരിക്കുന്നത്? ഡി ആണ് ഇരിക്കുന്നത് അല്ലെ. ലെഫ്റ്റ് എൻഡിൽ നിന്നും മൂന്നാമതായിട്ട് ഇരിക്കുന്നത് ഡി ആണ്. ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. RB11 ഈസ് റിലേറ്റഡ് ടു GK18. ഒന്ന് നോക്കിയേ, ആറിൽ നിന്നും പുറകിലേക്ക് 11 നമ്പേഴ്സ് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ജിയിലേക്ക് എത്തുക അല്ലേ. ദെൻ അതുപോലെ തന്നെയാണ് വിയിൽ നിന്നും വി -11 ആണ് കെ. ഇവിടെ ആണെങ്കിൽ നോക്കിയേ, 11 + 7 ആണ് 18. 11 + 7 ആണ് 18. ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ പിയുടെ പുറകിലേക്ക് എത്ര ലെറ്റേഴ്സ് പോകണം? പിയുടെ പുറകിലേക്ക് 11 ലെറ്റേഴ്സ് പോകണം അല്ലെ. അപ്പൊ പിയുടെ പുറകിലേക്ക് 11 ലെറ്റേഴ്സ് പോയി കഴിഞ്ഞാൽ ഇ ആണ് നമുക്ക് കിട്ടുക. ദെൻ ടിയുടെ പുറകിലേക്ക് 11 ലെറ്റേഴ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ജെ ആണ് കിട്ടുക. 22 + 7 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 29 എന്ന് കിട്ടും. സോ ഈ J29 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയില്ലേ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. FGHIJK +5 ആണ് കെ. കെ കഴിഞ്ഞ് +5 ആണ് പി. PQRSTU VWXYZ. അപ്പൊ സെഡ് ആണെന്ന് മനസ്സിലായി. ഇ കഴിഞ്ഞ് നോക്കാം. EFGHIJ 5 തന്നെയാണ്. അപ്പോ TUVWXY ZY ആണ്. ZY ഉള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ZYV ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത്? നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ്. ഓരോ ലെറ്ററും എഴുതുക, ഓപ്ഷനിലേക്ക് നോക്കുക. ഓപ്ഷനിൽ ആ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യണ ഓരോ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. പിന്നെ അവിടെ നോക്കി കളിച്ചുകൊണ്ട് നിൽക്കരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് തന്നെ പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് റീസണിങ് ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ മാത്സിൽ മേ ബി ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കുറച്ചധികം സമയം വേണ്ടി വരും. ആ സമയം നമ്മൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ റീസണിങ്ങിലും GKയിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം മാത്സിന് നമ്മൾ ആവശ്യമുള്ള സമയം കണ്ടെത്താനായിട്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഇവിടെ ബി ആണ് സ്റ്റാർട്ടിങ്. പക്ഷെ ബിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, MNOPQR M + 5 ചെയ്താൽ നമുക്ക് 6 കിട്ടും. STUVW R + 5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? W കിട്ടും. XYZAB +5 ചെയ്താൽ B കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മെത്തേഡ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് ഇവിടെ ഏതാണ് ഓഡ് വൺ വരുന്നത് എന്നുള്ളതൊന്ന് നോക്കിയിട്ട് എനിക്ക് കമന്റ് ചെയ്യാം. ഓക്കെ ആണോ? ചെയ്യില്ലേ?
അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, അത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ഞാൻ ഇതുപോലെ 1-2 ക്വസ്റ്റ്യൻസ്, കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ആൻസർ കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റിന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈവൻ അതൊരു ലൈക്ക് ആയിരിക്കും. ഞാൻ ആ റിപ്ലൈ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ കമന്റ് കണ്ടിട്ടുണ്ട്, അതിനൊരു ലൈക്ക് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ കറക്റ്റ് ആയിരിക്കും. ആരെങ്കിലും പറയുന്ന ആൻസർ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അവിടെ കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, കമന്റിൽ റിപ്ലൈ ആയിട്ട് തന്നെ ഞാൻ കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. കറക്റ്റ് ആൻസർ ആണെങ്കിൽ മാത്രമാണ് ഞാനത് ജസ്റ്റ് ലൈക്ക് ചെയ്തിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും അത് നിങ്ങൾ പറഞ്ഞ ആൻസർ തെറ്റാണോ എന്ന് കൺഫ്യൂഷൻ വരണ്ട. നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണെങ്കിലാണ് ഞാൻ വേർഡ് റിപ്ലൈ ഒന്നും തരാതിരിക്കുക, ലൈക്ക് മാത്രം ചെയ്യണത്. ഓക്കെ, തെറ്റാണെങ്കിൽ ഞാനത് അവിടെ കറക്റ്റ് ചെയ്ത് തരും. അടുത്തത് പേസ്ട്രി. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? കൺസണന്റ് എന്താ ചെയ്യണ്ടേ? പ്രിസീഡിങ് ലെറ്റർ വെച്ച് ചെയ്യണം. വവ്വൽ എന്ത് ചെയ്യണം? ഫോളോവിങ് ലെറ്റർ വെച്ച് ചെയ്യണം. അപ്പൊ ആദ്യം എത്ര വവ്വൽസ് ഉണ്ട് എന്ന് നോക്കാം. എ ഇ ഐ ഒ യു, ആകെ എ മാത്രമേ ഉള്ളൂ അല്ലെ വവ്വല്. അപ്പം എയുടെ പകരം ബി എന്ന് നമ്മൾ അവിടെ എഴുതി. ഇനി പി എന്താ വരിക? ഒ പി ആണ്, ആർ എസ് ആണ്, എസ് ടി ആണ്, ക്യു ആർ ആണ്, എക്സ് വൈ ആണ്. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് എത്ര വവ്വൽസ് ഉണ്ട് എന്നാ ചോദിച്ചിരിക്കണേ. എ ഇ ഐ ഒ യു ആണ് വവ്വല്. ആകെ കൂടെ ഒരു വവ്വല് മാത്രമേ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുള്ളൂ. ഒരു വവ്വല് മാത്രമേ ആ ഒരു പുതുതായിട്ട് ഫോം ചെയ്തതിനകത്ത് ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സം ബൾബ്സ് ആർ യൂസ്ഡ്. ചില ബൾബ് യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബൾബും എന്താണ്? കാൻഡിൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ബൾബും കാൻഡിൽസ് ആണ്. സം കാൻഡിൽസ് ആർ ബൾബ്, അത് ശരിയാണ് അല്ലെ. ചില കാൻഡിൽസ് ബൾബാണ്. നോ കാൻഡിൽ ഈസ് സാൻഡ്, അത് നമുക്ക് ഇവിടെ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ് എന്ന് പറയാം. ഓക്കെ ആണോ? ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഓഡ് വൺ ഔട്ട് ആണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഇവിടെ നോക്കാം നമുക്ക്. ഇതിനകത്ത് ആദ്യം വരുന്നത് എൻ ആണ് അല്ലെ. അപ്പൊ എന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എൻ ഒ പി ക്യു ആർ എസ്, ഇതാണ് ഒരു മെത്തേഡ് തന്നിരിക്കുന്നത്. അപ്പൊ അതാണോ അടുത്തത് ഫോളോ ചെയ്യണേ നോക്കാം. ഇ എഫ് ജി എച്ച് ഐ ജെ. അപ്പൊ ഈ മെത്തേഡ് തന്നെയാ ഫോളോ ചെയ്യണത് അല്ലെ. അപ്പൊ ഇനി 2 എണ്ണം ഉണ്ട്. ഇതിനകത്ത് ഏതോ ഒരെണ്ണമാണ് ഓഡ് വൺ ഔട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് കമന്റ് ചെയ്ത് തരാം ഇതിനകത്ത് ഏതാണ് ഓഡ് വൺ ഔട്ട് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഏതാണ് മെത്തേഡ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓൾ 36 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ആർ സ്റ്റാൻഡിങ് ഇൻ ഫേസിംഗ് നോർത്ത്. നോർത്തിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പ്രീതി ഈസ് 12th ഫ്രം ദ റൈറ്റ് എൻഡ്. റൈറ്റ് എൻഡിൽ നിന്നും 12ാമതായിട്ടാണ് ആരിയ്ക്കുന്നത്? പ്രീതി ഇരിക്കുന്നത്. അലീഷ എന്താണ്? ലെഫ്റ്റ് എൻഡിൽ നിന്നും 22ാമതായിട്ടാണ് അലീഷ ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് 2 പേർക്കും ഇടയിൽ എത്ര കുട്ടികൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 22 + 12 ഒന്ന് ചെയ്ത് നോക്കാം. 22 + 12 എന്ന് പറയുമ്പം 34 ആണ് വരുന്നത്. മൊത്തം കുട്ടികൾ എത്രയാണ്? 36 ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 22 പേരും ഇങ്ങോട്ടേക്ക് 12 പേരും, മൊത്തം 34 പേര്. അപ്പൊ ഇതിന്റെ ഇടയിൽ എത്ര പേരുണ്ട്? 2 പേരാണ് ഉള്ളത്. ഓക്കെ, അലീഷയുടെയും പ്രീതിയുടെയും ഇടയിൽ 2 പേരാണ് ഉള്ളത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു 3rd ഡേ ഫസ്റ്റ് ഷിഫ്റ്റിൽ റീസണിങ്ങിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെയും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആ ഒരു സപ്പോർട്ട് ഇനി അങ്ങോട്ടേക്കും കണ്ടിന്യൂ ചെയ്യണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇപ്പം ALPയുടെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും ഇത് JEക്കും ടെക്നീഷ്യനും NTPCക്കും RPFനും അങ്ങനെ എല്ലാ എക്സാംസിനും, കോമ്പറ്റേറ്റീവ് എക്സാംസ്, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് RRBയിൽ ചോദിച്ചിരിക്കുന്നത്. സോ അത് നല്ല പോലെ വർക്കൗട്ട് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. എസ്പെഷ്യലി
GK അല്ല, മാത്സും റീസണിങ്ങും. ഓക്കെ, അപ്പം ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രമാണിച്ചിട്ട് ഞാൻ സയൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൂടെ കണ്ടു നോക്കുക. അപ്പം റീസണിങ്ങിൽ ഫസ്റ്റ് ഷിഫ്റ്റാണ് ഇപ്പം ഇന്ന് ചെയ്തത്. ബാക്കിയുള്ള ഷിഫ്റ്റുകളിൽ ഞാൻ മാക്സിമം ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. JEE എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നറിയാം കുറേ പേരൊക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാനൊക്കെ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ടെക്നീഷ്യൻ്റെ അഡ്മിറ്റ് കാർഡുകളൊക്കെ വന്ന് തുടങ്ങാനായിട്ടുണ്ട്. സിറ്റി ഇൻറ്റിമേഷൻ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കും സിറ്റി ഇൻറ്റിമേഷനൊക്കെ വന്നിട്ടോ, ഞാനും എഴുതുന്നുണ്ട് എക്സാം. അപ്പോൾ സിറ്റി ഇൻറ്റിമേഷനൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നിങ്ങളോടൊപ്പം തന്നെ ഞാനും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.